1559 ഇറ്റലിയിലെ ബ്രന്ദിസിൽ ജനിച്ച ജൂലിയസ് സീസർ 16-ാം വയസ്സിൽ വെനീസിലെ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചേർന്ന് ലോറൻസ് എന്ന പേര് സ്വീകരിച്ചു. പാദുവ സർവകലാശാലയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ച അദ്ദേഹം 23-ാം വയസ്സിൽ വൈദികനായി. ഹീബ്രു ഭാഷയിലുള്ള പ്രാവീണ്യം കണക്കിലെടുത്ത് 8-ാം ക്ലെമന്റ് മാർപ്പാപ്പ അദ്ദേഹത്തെ യഹൂദരുടെ ഇടയിൽ സുവിശേഷ വേലയ്ക്കായി നിയോഗിച്ചു. അനാദൃശ്യമായിരുന്ന വിശുദ്ധ വൃന്ദജ്ഞാനം വെളിപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ 15 വാല്യങ്ങളായി പിന്നീട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 31-ാം വയസ്സിൽ ടസ്കറിയിലെ പ്രൊവിൻഷ്യനും 1602 കപ്പൂച്ചിൻ സഭയുടെ വികാർ ജനറലുമായി നിയമിക്കപ്പെട്ട അദ്ദേഹം ജർമ്മനിയിലും ഓസ്ട്രിയയിലും കപ്പൂച്ചിൻ ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും അനേകം പ്രൊട്ടസ്റ്റന്റുകാരെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്തു. 1601 ഹംഗറിയുടെ കുറേ ഭാഗം പിടിച്ചൊടുക്കിയ ഒട്ടോമൻ സൈന്യത്തിനെതിരായി ക്രിസ്തീയ രാജാക്കന്മാർ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യാൻ വേണ്ട ഉപദേശം നൽകാൻ റൊഡോൾഫ് ചക്രവർത്തി ഫാദർ ലോറൻസിനെ നിയോഗിക്കുകയുണ്ടായി. 80,000 തുർക്കി സൈനികർക്കെതിരെ 18,000 ക്രിസ്ത്യൻ യോദ്ധാക്കളെ നയിച്ചുകൊണ്ട് കയ്യിൽ ഒരു കുരിശുരൂപം മാത്രം പിടിച്ച് ഫാദർ ലോറൻസ് യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിന്നു. ഏറ്റുമുട്ടലിൽ ക്രൈസ്തവർ വിജയിക്കുകയും തുർക്കികൾ പലായനം ചെയ്യുകയും ചെയ്തു. പേപ്പൽ പ്രതിനിധിയായി ലിസ്ബണിലേക്ക് പോയ അദ്ദേഹം ഒരു മാരകരോഗം ബാധിച്ച് 1619 ജൂലൈ 22 ദിവംഗതനായി.